ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോവിഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സോപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാനിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപസ്യ കൃപാ സിന്ധൂപയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേവോ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ 7-ാം സ്കന്ധം അധ്യായം 13. ഒരു പരിപൂർണനായ സന്യാസിയുടെ പെരുമാറ്റം എപ്രകാരമുള്ളതാണ് എന്നതിനെ പറ്റി വിവരിച്ചു തരുന്നതാണ് ഈ അധ്യായം. ഇതിൽ നാരദ മഹർഷി പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടുവന്നത്. അതിൽ ശ്ലോകം 8 നോക്കാം. ന ശിഷ്യാനുബദ്ധീത ഗ്രന്ഥാൻ നവാഭ്യസേത് ബഹൂൻ ന വ്യാഖ്യാം ഉപയുഞ്ചീത നാരംഭാനാരഭേത് ക്വചിത്. അതായത് ഒരു സന്യാസി ധാരാളം ശിഷ്യന്മാരെ നേടാൻ വേണ്ടി ഭൗതിക ലാഭ വാഗ്ദാനങ്ങളിലൂടെ വശീകരണം നടത്തുകയോ ജീവിത മാർഗത്തിനു വേണ്ടി അനാവശ്യ ഗ്രന്ഥങ്ങൾ അഭ്യസിക്കുകയോ സംവാദങ്ങൾ നടത്തുകയോ ചെയ്യരുത്. അനാവശ്യമായി ഭൗതിക ഐശ്വര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ അവൻ ഒരിക്കലും തയ്യാറാവുകയും ചെയ്യരുത്. അപ്പോൾ ഒരു യഥാർത്ഥ സന്യാസി അല്ലെങ്കിൽ സാധു എങ്ങനെ ആയിരിക്കണം എന്നാണ് നാരദ മഹർഷി പറയുന്നത്. ഭാവാർത്ഥത്തിൽ എന്താ പറയുന്നത് നോക്കാം. സ്വാമിമാരെന്നും യോഗികളെന്നും പറയപ്പെടുന്നവർ പൊതുവെ ഭൗതിക ലാഭങ്ങൾ വാഗ്ദാനം ചെയ്ത് പ്രലോഭിപ്പിച്ച് ശിഷ്യന്മാരെ നേടാറുണ്ട്. രോഗങ്ങൾ ശമിപ്പിക്കാമെന്നും ശൂന്യതയിൽ നിന്ന് സ്വർണം ഉൽപ്പാദിപ്പിച്ച് നൽകാമെന്നും മറ്റും പല വാഗ്ദാനങ്ങളും നൽകി ശിഷ്യന്മാരെ ആകർഷിക്കുന്ന ധാരാളം വ്യാജ സന്യാസിമാരുണ്ട്. ഈ ധനാഗമ വാഗ്ദാനങ്ങളാൽ ബുദ്ധിഹീനരായ ആളുകൾ വളരെ വേഗം ആകർഷിക്കപ്പെടുകയും ചെയ്യും. ഒരു സന്യാസി ഭൗതിക പ്രലോഭനങ്ങളിലൂടെ ശിഷ്യന്മാരെ നേടുന്നത് വിലക്കിയിരിക്കുന്നു ശാസ്ത്രങ്ങളിൽ. സന്യാസിമാർ ചിലപ്പോൾ അനാവശ്യമായി ധാരാളം ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും മറ്റും നിർമ്മിക്കുന്നതിന് ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിൽ മുഴുകുന്നു. വാസ്തവത്തിൽ അത്തരം ഉദ്യമങ്ങൾ ഒഴിവാക്കണം. ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും നിർമ്മിക്കുന്നത് ആധ്യാത്മിക അവബോധം അഥവാ കൃഷ്ണാവബോധം പ്രഭാഷണം ചെയ്യുന്നതിന് വേണ്ടി ആയിരിക്കണം. അല്ലാതെ ആധ്യാത്മികമോ ഭൗതികമോ ആയ ലക്ഷ്യങ്ങൾക്ക് ഉപയോഗപ്രദരല്ലാത്ത വ്യക്തികൾക്ക് സൗജന്യ ഹോട്ടൽ സൗകര്യം ഒരുക്കാൻ വേണ്ടി ആകരുത്. ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും കുറെ വെറിപിടിച്ച ആൾക്കാരുടെ ക്ലബ്ബ് സംസ്കാര പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാകാതിരിക്കാൻ കർശനമായ നിയന്ത്രണവും വേണം. ഏറ്റവും കുറഞ്ഞത് കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിന്റെ ക്രമീകൃത തത്വങ്ങൾ, അതായത് അവിഹിത ലൈംഗിക ജീവിതം, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, മാംസഭക്ഷണം, ചൂതാട്ടം എന്നിവ തീർച്ചയായും വർജിക്കേണ്ടതാണ്. ഇവ ഒരു കാരണവശാലും സന്യാസിമാരോ ആശ്രമത്തിലുള്ളവരോ ഒരു ക്ഷേത്രത്തിലുള്ളവരോ പാലിക്കാനേ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഈ 4 വക കാര്യങ്ങൾ തീർച്ചയായിട്ടും പൊതുജനങ്ങൾ ഉൾപ്പെടെ എല്ലാവരും വർജിക്കേണ്ടത് സമൂഹത്തിന്റെ നന്മയ്ക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. ഈ 4 കാര്യങ്ങളും വളരെ അനുചിതമായിട്ടുള്ള കാര്യങ്ങൾ, സംസ്കാരങ്ങൾ നമ്മളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ ഭാരതീയ സംസ്കാരത്തിൽ ഇവയൊന്നും പറഞ്ഞിട്ടുള്ളവയല്ല. എന്നാൽ കാലക്രമേണ നമ്മൾ വിദേശികളുടെ സ്വാധീനത്താൽ നമ്മളും ഭാരതീയരും ഈ 4 പാടില്ലാത്ത കാര്യങ്ങളിൽ അതീവ തൽപരരായി കാണപ്പെടുന്നുണ്ട്. ഇവ പിന്തുടരാൻ സമ്മതമുള്ള ഏതൊരാളെയും ഞങ്ങൾ കൃഷ്ണാവബോധത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നില്ല. അതായത് ഈ 4 കാര്യങ്ങളും വർജിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വർജിക്കെങ്കിൽ മാത്രമേ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതമുള്ളൂ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും ആവശ്യമില്ലാത്തവരും നിരസിക്കപ്പെട്ടവരും അലസരുമായ വ്യക്തികളുടെ ഒത്തുചേരൽ കേന്ദ്രങ്ങളാകാതിരിക്കാൻ അങ്ങനെയുള്ളവർക്ക് കർശനമായ നിരോധനം ഏർപ്പെടുത്തുക തന്നെ വേണം. ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും കൃഷ്ണാവബോധത്തിൽ ആധ്യാത്മിക ഉന്നതി ലക്ഷ്യമാക്കിയിട്ടുള്ള ഭക്തന്മാരുടെ സൗകര്യങ്ങൾക്ക് മാത്രമായി ഉപയോഗിക്കപ്പെടേണ്ടതാണ്.
ശ്രീല വിശ്വനാഥ ചക്രവർത്തി ടാക്കൂർ ആരംഭാൻ എന്ന വാക്കിന് മഠാതി വ്യാപാരൻ, ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും നിർമ്മിക്കാനുള്ള ഉദ്യമങ്ങൾ എന്നാണ് വിശകലനം നൽകിയിട്ടുള്ളത്. ഒരു സന്യാസിയുടെ പ്രഥമ ധർമ്മം കൃഷ്ണാവബോധം പ്രഭാഷണം ചെയ്യുകയാണ്. എങ്കിലും കൃഷ്ണന്റെ കൃപയാൽ സൗകര്യങ്ങൾ ഉണ്ടാകുന്ന പക്ഷം അവന് കൃഷ്ണാവബോധത്തിൽ ഗൗരവമുള്ള ശിഷ്യന്മാർക്ക് ആശ്രയം നൽകുന്നതിന് വേണ്ടി ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും നിർമ്മിക്കാവുന്നതാണ്. അല്ലാത്ത പക്ഷം അത്തരം ക്ഷേത്രങ്ങളും ആശ്രമങ്ങളുടെയും ആവശ്യമേ ഇല്ല തന്നെ. ശ്ലോകം 9 നോക്കാം. നായതേരാശ്രമ പ്രായോ ധർമ്മഹേതുർമഹാത്മന ശാന്തസ്യ സമചിത്തസ്യ വിഭ്രയ ദൂതവാ ത്യജേത്. ശാന്തനും സമചിത്തനും ആധ്യാത്മിക അവബോധത്തിൽ യഥാർത്ഥത്തിൽ ഉന്നതി നേടിയവനുമായ ഒരു വ്യക്തി ത്രിദണ്ഡും കമണ്ഡലവും പോലുള്ള ഒരു സന്യാസിയുടെ അടയാളങ്ങൾ സ്വീകരിക്കേണ്ടതില്ല. ആവശ്യത്തിനനുസരിച്ച് അവനത് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. അതായത് ഇവിടെ പറയുന്നത് സന്യാസിമാരുടെ കാര്യത്തിൽ 2-3 തരത്തിലുള്ള സന്യാസിമാരെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. അതായത് ത്രിദണ്ഡി സന്യാസിമാർ, ഏകദണ്ഡി സന്യാസിമാർ, ഇങ്ങനെ പല വിധത്തിലുള്ള സന്യാസിമാരുണ്ട്. സാധുക്കളുടെ കൂട്ടത്തിൽ ഈ സന്യാസിമാര് അവര് ഫോളോ ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചാണ് ഏകദണ്ഡിയാണോ ത്രിദണ്ഡിയാണോ എന്നെല്ലാം അനുമാനിക്കുന്നത്. അപ്പോൾ ഭാവാർത്ഥത്തിൽ എന്താ പറയുന്നത് നോക്കാം. പരിത്യാഗ ജീവിത ക്രമത്തിന് 4 തലങ്ങളുണ്ട്. 4 തരത്തില് പരിത്യാഗ ജീവിത ക്രമങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. അതായത് കുടീചകൻ, ബഹൂതകൻ, പരിവ്രജക ആചാര്യൻ, പരമഹംസൻ എന്നിങ്ങനെ. ഇവിടെ ശ്രീമദ് ഭാഗവതം സന്യാസിമാർക്കിടയിലെ പരമഹംസന്മാരെ പരിഗണിക്കുന്നു. അപ്പോൾ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള സന്യാസിമാർക്കാണ് പരിത്യാഗത്തിന്റെ ജീവിത ക്രമത്തില് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള പരമഹംസൻ എന്ന പദത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അവ്യക്തിഗതവാദികളായ മായാവാദി സന്യാസിമാർക്ക് പരമഹംസ തലം പ്രാപിക്കാനാവില്ല തന്നെ. ആത്യന്തിക സത്യത്തെക്കുറിച്ചുള്ള അവരുടെ അവ്യക്തിഗത സങ്കല്പം മൂലമാണ് സാധിക്കാത്തത്. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. അതായത് പരമനിരപേക്ഷ സത്യം ഈ 3 തലത്തിലാണ് മനുഷ്യർക്ക് അനുഭവവേദ്യമാകുന്നത്. അവയിൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ സാക്ഷാത്കാരം പരമഹംസന്മാർക്കായി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതായത് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ എന്ന തരത്തില് 3 വിധത്തിലാണ് ഭഗവാനെ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുക. അതിൽ ഒന്നാമത്തത് ബ്രഹ്മേതി എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രഹ്മജ്ഞാനം അല്ലെങ്കിൽ ബ്രഹ്മവാദികളെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ഇവർ ആരെന്ന് ചോദിച്ചാൽ വേദങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന 90% കർമ്മകാണ്ഡം കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന 10%-ലെ 7% വിശദമാക്കുന്ന ജ്ഞാനകാണ്ഡോ പ്രാപ്തമാകുന്ന ജ്ഞാനികൾക്കാണ് ബ്രഹ്മൻ റിയലൈസേഷൻ നേടാനാവുക. അതായത് കർമ്മകാണ്ഡോ താണ്ടുന്ന ഒരാള്, അതായത് കർമ്മകാണ്ഡോയിൽ പ്രതിപാദിക്കുന്ന 33 ദേവി ദേവന്മാരിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ് എന്ന് ഒരു ബുദ്ധിമാനായ കർമ്മി ചിന്തിക്കുമ്പോൾ അവൻ ജ്ഞാനകാണ്ഡോ പോർഷനിലേക്ക് എത്തിപ്പെടുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ജ്ഞാനി ചിന്തിക്കുക, ഈ 33 ദേവി ദേവന്മാരെയും നിയന്ത്രിക്കുന്ന ഒരു ശക്തിവിശേഷം ഉണ്ടോ, അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് ചിന്തിക്കുന്നവർക്കാണ് ജ്ഞാനകാണ്ഡയിലേക്ക് കടക്കാനാവുക. ജ്ഞാനകാണ്ഡയിലേക്ക് കടക്കുന്നവരെ ജ്ഞാനികൾ എന്ന് പറയുന്നു. ഈ ജ്ഞാനികൾ ആദ്യമായി മനസ്സിലാക്കുന്നത് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഞാൻ സർവവ്യാപിയായിരിക്കുന്ന അരൂപിയായിരിക്കുന്നു ഈശ്വരൻ എന്നുള്ളൊരു വ്യാഖ്യാനം വേദങ്ങളിൽ ജ്ഞാനകാണ്ഡയുടെ തുടക്കത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജ്ഞാനികൾ അതിൽ ഉറച്ചു നിൽക്കുകയും സർവം വ്യാപിയായിരിക്കുന്ന ഈ പ്രകാശത്തിൽ മെഡിറ്റേറ്റ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുകയും ചെയ്യും. മാത്രമല്ല ജ്ഞാനികൾ ആ പ്രകാശത്തിൽ ലയിച്ച് സായുജ്യമടയാൻ ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ കൈവല്യ മോക്ഷപ്രാപ്തി നേടാൻ ആഗ്രഹിക്കുന്നവരാണ്. ഈ ജ്ഞാനികൾ പ്രകാശത്തിൽ മെഡിറ്റേറ്റ് ചെയ്യുന്നു. ഈ പരബ്രഹ്മമാകുന്ന പ്രകാശം എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് അവർക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ കോടി സൂര്യ സമപ്രഭ ആയിട്ടുള്ള ഭഗവാന്റെ ശരീരകാന്തിയാണ് ഈ പ്രകാശമയം ആയിരിക്കുന്നത് എന്ന് ജ്ഞാനികൾ തിരിച്ചറിയുന്നില്ല. എങ്കിലും ഭഗവാന്റെ ശരീരകാന്തിയിൽ മെഡിറ്റേറ്റ് ചെയ്യുന്നതിനാൽ സായുജ്യമുക്തി അടയാൻ ആഗ്രഹമുള്ളതിനാൽ അവരും ഭഗവാന് പ്രിയപ്പെട്ടവരാണ് എന്ന് പറയുന്നു. ഇവരാണ് ജ്ഞാനികൾ, അല്ലെങ്കിൽ ബ്രഹ്മവാദികൾ, അല്ലെങ്കിൽ നിരീശ്വരവാദികൾ. നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞാൽ രൂപമില്ലാത്ത ഈശ്വരനെ വർഷിപ്പ് ചെയ്യുന്നവർ. നിരീശ്വരവാദികളല്ല, അരൂപി ആയിട്ടുള്ളതിനെ മെഡിറ്റേറ്റ് ചെയ്യുന്നവരാണ് ഈ ബ്രഹ്മവാദികൾ.
അവർ പരബ്രഹ്മത്തെ അല്ലെങ്കിൽ ഓങ്കാര പരബ്രഹ്മത്തെയൊക്കെ ബ്രഹ്മവാദികൾ മെഡിറ്റേറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ളവരാണ് ബ്രഹ്മൻ റിയലൈസേഷൻ നേടുന്നത്. ഈ ബ്രഹ്മൻ റിയലൈസേഷൻ നേടുന്ന ജ്ഞാനികളെക്കാൾ ഒരു പടി ഉയരത്തിലാണ് അവസാനം വേദങ്ങളുടെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന 3% വിവരിച്ചിരിക്കുന്ന ഉപാസന കാണ്ഡോ താണ്ടുന്ന ഒരാൾ. കാരണം ഉപാസന കാണ്ഡോയിലാണ് അഷ്ടാംഗ യോഗ പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ആ അഷ്ടാംഗ യോഗ എല്ലാം പ്രാക്ടീസ് ചെയ്ത് സമാധി പൊസിഷനിൽ എത്തുമ്പോൾ, 8ാമത്തെ പ്രൊസീജിയറാണ് സമാധി പൊസിഷൻ എന്ന് പറയുന്നത്. അവിടെ എത്തുമ്പോൾ ഒരു യോഗി, ഈ അഷ്ടാംഗ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആളിനെ യോഗി എന്ന് പറയുന്നു. ആ യോഗി തിരിച്ചറിയുകയാണ്, എന്നിലുമുണ്ട് നിന്നിലുമുണ്ട് ഈശ്വരീയ ചൈതന്യം. ആ ഈശ്വരീയ ചൈതന്യത്തെ അവൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ആ യോഗികൾക്ക് പരമാത്മ റിയലൈസേഷനാണ് നേടാനാവുക. അതായത് എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന ആ ഈശ്വരീയ ചൈതന്യത്തെ ഒരു യോഗി തിരിച്ചറിയും. ആ യോഗി അഹം ബ്രഹ്മാസ്മി അല്ലെങ്കിൽ തത്വമസി എന്നുള്ള ചിന്താവസ്ഥയിലേക്ക് എത്തിച്ചേരും. ഈ യോഗികൾ പരമാത്മാവിനെ തിരിച്ചറിയുന്നു. അത് 2ാമത്തെ ഗോഡ് റിയലൈസേഷനാണ്. അതായത് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇത് ശബ്ദത. ഭഗവാന്റെ 2ാമത്തെ തിരിച്ചറിവാണ് പരമാത്മ റിയലൈസേഷൻ. അതായത് ഭഗവാന്റെ അംശം എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത് വളരെ ഗ്രേറ്റ് തന്നെയാണ്. അപ്പോൾ ജ്ഞാനികളെക്കാൾ ശ്രേഷ്ഠരാണ് ഈ യോഗികൾ എന്ന് പറയുന്നത്. എന്നാൽ വേദാന്തികൾ എന്ന് പറഞ്ഞാൽ വേദങ്ങളുടെ ഏറ്റവും അവസാനത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ സർവ്വ ഈശ്വരന്മാരുടെ ഉറവിടം സാക്ഷാൽ ഗോവിന്ദനാണെന്നും ആ ഗോവിന്ദനെ ആണ് ഈ 33 ദേവി ദേവന്മാർ വർഷിപ്പ് ചെയ്യുന്നതെന്നും വേദാന്തികൾ മാത്രം തിരിച്ചറിയുന്നു. അതാണ് ഭഗവാൻ എന്ന് പറയുന്ന ദൈവവിശ്വാസം, ഭഗവാന്റെ പേഴ്സണൽ ഫോം. ഈ ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത് സച്ചിദാനന്ദ വിഗ്രഹമാണ്. സത്ത് ചിത്ത് ആനന്ദ വിഗ്രഹ. വിഗ്രഹ എന്ന് പറഞ്ഞാൽ രൂപം എന്നർത്ഥം. അപ്പൊ സച്ചിദാനന്ദ വിഗ്രഹനായിട്ടുള്ള ആ സാക്ഷാൽ ഭഗവാനെ, ശ്രീകൃഷ്ണ ഭഗവാനിൽ മെഡിറ്റേറ്റ് ചെയ്യുന്നവരാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന 6ാം അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്ന യോഗിനാം അഭി സർവേഷാം മദ്ഗതർ അന്തരാത്മന. അതായത് എല്ലാ യോഗികളിലും വെച്ച് ശ്രേഷ്ഠരായിട്ടുള്ള യോഗി എന്ന് പറയുന്നത് എന്നെ ഭഗവാനെ വർഷിപ്പ് ചെയ്യുന്നവരാണ് എന്ന് അവിടെ എടുത്തു പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഭക്തി യോഗികൾക്ക് മാത്രമേ ഭഗവാൻ റിയലൈസേഷൻ നേടാനാകുന്നുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ 3 നിരപേക്ഷ സത്യത്തിനെ അനുഭവേദ്യമാക്കാൻ പരമഹംസർക്ക് മാത്രമാണ് സാധിക്കുക എന്ന് പറയുന്നു. അവയിൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ സാക്ഷാത്കാരം പരമഹംസർക്ക് മാത്രമാണ് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. വാസ്തവത്തിൽ ശ്രീമദ് ഭാഗവതം തന്നെ പരമഹംസർക്ക് മാത്രമായിട്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതായത് പരമോ നിർമത്സരാണാം സദാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുവൻ പരമഹംസ തലത്തിലാകാത്ത പക്ഷം ശ്രീമദ് ഭാഗവതം മനസ്സിലാക്കാൻ അർഹനല്ല തന്നെ. പരമഹംസന്മാരുടെ അല്ലെങ്കിൽ വൈഷ്ണവ ക്രമത്തിലുള്ള സന്യാസിമാരുടെ പ്രഥമധർമ്മം പ്രഭാഷണമാണ്. പ്രഭാഷണം നടത്തുന്നതിന് അത്തരം സന്യാസിമാർക്ക് ദണ്ഡും കമണ്ഡലവും പോലുള്ള സന്യാസ അടയാളങ്ങൾ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. പൊതുവെ വൈഷ്ണവ സന്യാസിമാർ പരമഹംസരാകയാൽ സ്വാഭാവികമായും ബാബാജിമാരെന്ന് വിളിക്കപ്പെടുന്നു. അവർ കമണ്ഡലവും ദണ്ഡും ധരിക്കാറില്ല. അങ്ങനെയുള്ളവർക്ക് ഒരു സന്യാസിക്ക് സന്യാസ അടയാളങ്ങൾ സ്വീകരിക്കാനും നിരസിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുന്നതിനുള്ള സാഹചര്യത്തെക്കുറിച്ച് മാത്രമാണ് അവന്റെ വിചാരം. ചിലപ്പോൾ കൃഷ്ണാവബോധ പ്രസ്ഥാനം അതിന്റെ പ്രതിനിധികളായ സന്യാസിമാരെ കൃഷ്ണാവബോധ പ്രചരണത്തിന് വേണ്ടി കമണ്ഡലവും ദണ്ഡും അത്രയൊന്നും അഭിനന്ദിക്കപ്പെടാത്ത വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കാറുമുണ്ട്. അത്തരം രാജ്യങ്ങളിൽ തങ്ങളുടെ ഗ്രന്ഥങ്ങളും തത്വശാസ്ത്രവും പ്രചരിപ്പിക്കുന്നതിന് തങ്ങളുടെ പ്രഭാഷകരെ സാധാരണ വേഷങ്ങളിൽ അയക്കുന്നു. ജനങ്ങളെ കൃഷ്ണാവബോധത്തിലേക്ക് ആകർഷിക്കുക മാത്രമാണ് അവരുടെ ലക്ഷ്യം. സന്യാസിമാരുടെ വേഷത്തിലായാലും മാന്യരായ മനുഷ്യരുടെ വേഷത്തിലായാലും ഞങ്ങൾക്കിത് സാധിക്കുക തന്നെ ചെയ്യും. ജനങ്ങൾക്ക് കൃഷ്ണാവബോധത്തിൽ താല്പര്യം വളർത്തുക മാത്രമാണ് ഇത്തരം സാധുക്കളുടെ ഉദ്ദേശം. ഹരിബോൽ, ഹരേ കൃഷ്ണ. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ദയവായി ഇത് മാക്സിമം ആൾക്കാരിൽ എത്തിക്കാനായിട്ട് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഹരിബോൽ, ഹരേ കൃഷ്ണ. താങ്ക് യു.